എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. പുതിയൊരു വീഡിയോ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. തമിഴിൽ കണ്ടപ്പോൾ തന്നെ കുറച്ച് ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. സോ ഫസ്റ്റ് തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലടക്കം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UK ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് UK എന്നുള്ള ന്യൂസുകൾ മാതൃഭൂമി, മനോരമ, പല മറ്റ് ചാനലുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. ആശങ്കയോടുകൂടി ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവരും എന്നും മാതൃഭൂമി അല്ലെങ്കിൽ മറ്റ് ചാനലുകളും കൊടുത്തിരിക്കുന്നു. അമേരിക്കൻ മോഡൽ ഡീപ്പോർട്ടേഷൻ പ്ലാൻ നടപ്പാക്കുന്നു എന്ന് മറ്റ് ചില ചാനലുകളും പറയുന്നു. എനിവേ ഇതിൽ കുറേ കാര്യങ്ങൾ ഈ തംബ്നെയിൽ പറയുന്ന പോലെ ഇന്ത്യക്കാരെ മൊത്തമായിട്ട് അങ്ങോട്ട് അടിച്ചാക്ഷേപിക്കുന്ന രീതിക്കുള്ള ന്യൂസുകൾ വരുന്നു. അതിൻ്റെ പുറകിലുള്ള അജണ്ടകൾ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് എനേബിൾ ചെയ്യാം, ഷെയർ ചെയ്യാം. സ്വാഗതം. സോ മാതൃഭൂമി ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് UK ആശങ്കയോടുകൂടി ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവരും. കൊള്ളാം, നല്ല ന്യൂസ്. ശരിക്കും പറയാം, നമ്മുടെ നാട്ടിൽ കുറേ കുറേ ആളുകൾക്ക് ഇവിടെ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തവരൊക്കെ തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമുണ്ട്, മടങ്ങി വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ പോയി വായിച്ചു നോക്കിയപ്പോൾ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവരൊക്കെ അവിടെ പോയി കൊണ്ട് കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ, ഇവരുടെയൊക്കെ അവിടെ കാണിക്കുന്ന പരിപാടികളൊക്കെ കണ്ട് മടുത്ത കുറേ ആളുകളാണ് കമൻ്റ് അടിച്ചിരിക്കുന്നത്. അതിനകത്ത് ഇവരൊക്കെ മടക്കി വിടണം, തിരിച്ചയക്കണം, ഇവരെ നാട് കടത്തണം എന്നുള്ള രീതിക്കുള്ള സംസാരങ്ങളാണ് ഈ പറഞ്ഞ മീഡിയകളുടെ താഴത്ത് വരുന്ന കമൻറ്റുകൾ വരുന്നത്. അതായത് ഒന്നാമത് ഇവർ എടുത്ത തംബ്നെയിൽ തെറ്റ്. കാരണം വെച്ചാൽ ഇന്ത്യക്കാരെല്ലാവരും ആശങ്കയിലല്ല, അങ്ങനെ എഴുതിയിരിക്കുന്നതിന് തെറ്റാണ്. ഇന്ത്യക്കാരെല്ലാവരും ആശങ്കയിലല്ല. ഇവിടെ ഇല്ലീഗലായി കടന്നുകൂടിയവരും ഇവിടെ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നവരുമാണ് ആശങ്കയിൽ. അവരാണ് ആശങ്കപ്പെടേണ്ടത്. അല്ലാതെ മറ്റ് എല്ലാവരെയും അടിച്ചാക്ഷേപിക്കുന്ന രീതിക്ക് ചെയ്യുന്നത് അത് ഇവിടുത്തെ ഗവൺമെൻറ്റേ ചെയ്യുന്നില്ല. എന്തിനാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഇത്രയ്ക്കും ഒരു ത്വര? ഈ നാട് കടന്ന് കടൽ കടന്ന് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വന്ന് പഠിച്ച് മര്യാദയ്ക്ക് ജീവിക്കുന്നവരെയും ഇതിനകത്തേക്ക് വലിച്ചയക്കാനുള്ളൊരു ത്വര എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. അസൂയ. പാച്ചയായി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഒരുപാട് വായനക്കാർക്ക് ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവരുടെ മേലുള്ള ഒരു അസൂയ മുതലാക്കി മാർക്കറ്റ് ചെയ്ത് പരസ്യമാക്കി പൈസ ഉണ്ടാക്കുക എന്നുള്ള പരിപാടികളാണെന്ന് തോന്നുന്നു ഈ പറഞ്ഞ മാധ്യമങ്ങളിൽ. അമേരിക്കൻ മോഡൽ നാടുകടത്തൽ തീർച്ചയായിട്ടും സത്യം തന്നെയാണ്. അമേരിക്കൻ മോഡൽ നാടുകടത്തൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റാമ ഗവൺമെൻറ് വന്ന് ഏകദേശം ജൂലൈയിൽ വന്ന് ഇത്രയും മാസത്തിൻ്റെ ഇടയിൽ ഏകദേശം 19,000-ഓളം ആളുകളെ നാടുകടത്തി. അതിനകത്ത് ഇവിടെ അനധികൃതമായി നുഴഞ്ഞു കയറിയവർ, അസൈലം അപ്ലൈ ചെയ്തിട്ട് റിജക്റ്റ് ആയവർ, പിന്നെ ഇവിടെ ഇല്ലീഗലായി വർക്ക് ചെയ്ത് പിടിക്കപ്പെട്ടവർ, ഇവരെയൊക്കെയാണ് പിടിച്ച് പുറത്താക്കി. അല്ലാതെ ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരാളെയും പിടിച്ച് പുറത്താക്കിയിട്ടില്ല. ഓക്കെ, അങ്ങനെ ഇല്ലെങ്കിൽ ഏജൻറ്റിൻ്റെ ചതിയിൽ വന്ന് പെട്ട് പോകുന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെയാണ് തീർച്ചയായിട്ടും പുറത്താക്കിയിരിക്കുന്നത്. പിന്നെ നാട്ടിലുള്ളവർക്ക് എന്തിനാണ് ഇത്രയും ഒരു ഇവിടെയുള്ള ആളുകളെ പുറത്താക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം? എല്ലാവരും തന്നെ നുഴഞ്ഞു കയറിയവരോ അനധികൃതമായി വന്നവരോ ഒന്നുമല്ല, നല്ല രീതിയിൽ പൈസ മുടക്കി ഇങ്ങോട്ട് വന്നവരാണ്. അങ്ങനെ വല്ല ചൊറിച്ചലും ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്നവരുടെ മേലെ നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ വല്ല മാറി എന്ന് ചൊറിയുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, സോ ഗൈസ്, വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഈ ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം റിഫോം പാർട്ടി നല്ല രീതിയിൽ ക്ലച്ച് പിടിച്ച് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ബ്രേക്ക് ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ലേബർ പാർട്ടിക്ക് ഇങ്ങനെയുള്ള പല പരിപാടികൾ ചെയ്തേ പറ്റുള്ളൂ. അതുമല്ല, ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. അനധികൃതമായി കുടിയേറുന്നവരെ കൊണ്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് പല പ്രാവശ്യം ജനങ്ങൾ ഇവിടെ തെരുവിലിറങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അതിനെല്ലാം മടക്കി അയക്കുക, തിരിച്ചയക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ പരിപാടികൾ. ഗവൺമെൻറ് മറ്റ് കൺസർവേറ്റീവ് പാർട്ടി കൊണ്ടുവന്നിട്ടുള്ള ഇമിഗ്രേഷൻ ബില്ലും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്ത്, റുവാൻഡ പ്ലാനൊക്കെ ക്യാൻസൽ ചെയ്തപ്പോൾ നമ്മൾ ലേബർ പാർട്ടി വിചാരിച്ചു ലേബർ പാർട്ടി കൂടുതലും ഈ കുടിയേറ്റക്കാർക്ക് സ്വാഗതം ചെയ്യുന്ന രീതിക്കാണ്. പക്ഷേ ലേബർ പാർട്ടി ഒരു സൈലന്റ് പ്ലാനിലായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 19,000 പേരെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഡീപ്പോർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയും ചെയ്ത് അവകാശപ്പെടാൻ ഇല്ലാത്ത ഒരു കാര്യം ലേബർ പാർട്ടി ചെയ്തു. അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഒന്ന്. പിന്നെ രണ്ട്, ഈ ഒരു പാർട്ടിയും ചെയ്യാത്ത മറ്റൊരു കാര്യങ്ങളും കൂടി നമ്മുടെ ലേബർ പാർട്ടി ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അനധികൃതമായി കപ്പൽ മാർഗമോ ചാനൽ വഴിയോ ഇല്ലെങ്കിൽ ലോറികളുടെ പുറകിൽ ഒളിച്ചു കടന്ന് വരുന്നവർക്കോ UK ഇല്ലീഗലായി വന്ന് നിൽക്കുന്നവർക്കോ, അതായത് പ്രോപ്പർ വിസ ഇല്ലാതെ
ഇലക്ട്രോണിക് ഡാറ്റകളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ UK വന്ന് നിൽക്കുന്നവർക്ക് ഇനി സിറ്റിസൺഷിപ്പ് കൊടുക്കണ്ട എന്നുള്ള ചരിത്രപരമായ ഒരു തീരുമാനം കൂടി ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. പാർട്ടിക്കകത്തുനിന്ന് തന്നെ വിമർശനങ്ങൾ വരുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ തന്നെയാണ് നമ്മുടെ ഹോം സെക്രട്ടറി ടി കൂപ്പർ ആ ഒരു സംഭവം നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഫെബ്രുവരി 10 ആ ഒരു കാര്യം നിലവിൽ വന്നിരിക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചു. ഇനി മുതൽ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യം ബാധകമാണ്. അതായത് ഗുഡ് ക്യാരക്ടർ ഗൈഡൻസ് അമെൻഡഡ് ടു ബ്ലോക്ക് റെഫ്യൂജീസ് ഫ്രം നാച്ചുറലൈസേഷൻ എന്നുള്ള രീതിയിലുള്ള പുതിയ ഒരു ചരിത്രപരമായ തീരുമാനം കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളത് കണ്ടോ കണ്ടില്ലേ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അവരുടെ സിറ്റിസൺഷിപ്പ് എന്നുള്ള പരിപാടി UK അവർക്ക് സാധിക്കില്ല. അതിനകത്ത് ഗുഡ് ക്യാരക്ടർ ഗൈഡൻസ് എന്നുള്ള രീതിയിൽ ഒരു സംഭവം വന്നിട്ടുണ്ട്. അതിനകത്ത് ഇവിടെ ഇല്ലീഗലായിട്ട് നിൽക്കുന്നവർ 2, ഇവിടെ നമുക്കറിയാം ഇവിടെ എന്താ പറയുക ക്രിമിനൽ കേസുകളിൽ പെടുന്നവർ ഫോറിൻ ക്രിമിനൽസിനെ ഇവർക്കിനി സിറ്റിസൺഷിപ്പ് ഇല്ല. അവരെ പിടിക്കുമ്പോൾ അവരെ ഡീപ്പോർട്ട് ചെയ്യും. അവർക്ക് സിറ്റിസൺഷിപ്പ് എടുക്കാനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. സോ അറൈവിങ് വിത്തൗട്ട് required valid entry clearance or electronic travel authorization having made the dangerous journey. Okay, so തീർച്ചയായിട്ടും ഇതൊന്നും ഇനി ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ല എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇതിലൂടെ ഒരുപാട് എന്താ പറയുക ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹോം ഓഫീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മാസീവായിട്ടുള്ള ഡീപ്പോർട്ടേഷൻ പ്ലാനുകൾ നിങ്ങൾ അതിൻ്റെ വീഡിയോസ് അടക്കം ഗവൺമെൻറ് പുറത്ത് വിട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ചിലത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന വീഡിയോസ് എല്ലാം. കാരണം വെച്ച് കഴിഞ്ഞാൽ 800 മേലെ ആളുകളെയാണ് ഡീപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വലിയൊരു കാര്യമാണ്. കാരണം ഇതിനു മുമ്പ് ഇതേപോലെ ഒരു വലിയൊരു ഡീപ്പോർട്ടേഷൻ ഉണ്ടായി 2006-7 കാലഘട്ടങ്ങളിലൊക്കെയാണ്. നമ്മുടെ തെരേസ മേയുടെ കാലഘട്ടങ്ങളിലാണ് ഗോ ഹോം എന്നുള്ളൊരു പരിപാടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതും അതിലൂടെ എന്താ പറയുക ഒരുപാട് പേരെ ഈ ബൗണ്ടി സ്കീം പോലുള്ള പരിപാടി, അതായത് നമുക്കറിയാം ഈ പറഞ്ഞ ഇല്ലീഗലായിട്ടുള്ള ആളുകളെ കാണിച്ചു കൊടുക്കുന്നവർക്ക് പൈസ കൊടുത്തിട്ട് പോലും കൊണ്ടുപോകുന്നൊരു പരിപാടിയൊക്കെ ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നു. ഓക്കെ, ആ സ്കീമൊന്നും ഇനി ഇപ്പോൾ അമേരിക്കയിൽ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ആ സ്കീമൊന്നും ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ സ്കീം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടതല്ല ഡീപ്പോർട്ടേഷൻ നടക്കാൻ പോകുന്നു. വലിയൊരു ഡീപ്പോർട്ടേഷൻ നടക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏകദേശം 19,000-ന് മേലെ ആളുകളെ ഡീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം UK പല ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്തായിരുന്നു. അവരുടെ തൊട്ടടുത്തുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലും ഇല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിലെല്ലാം നല്ല രീതിയിലുള്ള റെയ്ഡുകൾ വരുന്നുണ്ട്. ആ സുഹൃത്ത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അവിടെ വർക്ക് ചെയ്യുന്ന ചില സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ എനിക്കൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഈ പുള്ളിയെ മടക്കി അയച്ചു. ഇല്ലെങ്കിൽ ആ പുള്ളിൻ്റെ അടുത്ത് ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു വിടുന്ന. അത് തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ചില കണാപ്പന്മാർ നമ്മുടെ താഴത്ത് വന്നിട്ട് ഒന്ന് പോടാ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് അടിച്ച് പോകുന്ന ചില അലവലാദികളുണ്ട്. അപ്പോൾ ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു തരത്തിലുള്ള ബോധവുമില്ല. അവർക്ക് ബോധം വേണ്ട. അതാണ് അവരുടെ സ്ഥായിയായ ഒരു പരിപാടി. അവർക്ക് ബോധം ആവശ്യമില്ല. കാരണം അങ്ങനെയുള്ളവരെ പിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ളവർക്കാണ് ഹോം ഓഫീസ് ഡീപ്പോർട്ട് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നാണ് പല സുഹൃത്തുക്കളും. ഇപ്പോൾ നമുക്കറിയാം ഇവിടെയുള്ള കുറേ മലയാളി സമൂഹം ഇത് ബോധവൽക്കരിക്കാനായിട്ട് പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നമ്മളും അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് താല്പര്യമില്ലാത്ത ഇല്ലെങ്കിൽ ഇതൊന്നും അറിയാൻ ആഗ്രഹമില്ലാത്ത കുറേ അധികം ആളുകളുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിനകത്ത് റെയ്ഡിനകത്ത് 7ഓളം ആളുകളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലാക്കി അറിയാനായിട്ട് സാധിച്ചത്. അതിൻ്റെ ന്യൂസുകളും നിങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളും മറ്റു റെസ്റ്റോറൻറ്റുകളും നെയിൽ ബാർസും വെയർ ഹൗസുകളും അതേപോലെ തന്നെ പല പെട്രോൾ പമ്പ്സും പല മേഖലകളിലേക്ക് റെയ്ഡുകൾ വ്യാപിച്ചു. കെയർ ഹോമുകളിലേക്കും റെയ്ഡുകൾ വലിയ തോതിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. അതും ഒരു കാട്ടു തീ പോലെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ റെയ്ഡുകളുടെ ന്യൂസുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ 10, 20 ലക്ഷം, 25 ലക്ഷം, 30 ലക്ഷം ഒക്കെ എടുത്ത് പഠിക്കാൻ വരുമ്പോൾ ഇങ്ങനെ വന്ന് പിടിക്കപ്പെട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാം. ഓക്കെ, അതല്ല ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് നോക്കിയും കണ്ട് വർക്ക് ചെയ്ത് അതിന് ശേഷം പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യെസ് നിങ്ങൾക്കും ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് നിങ്ങൾ കൊണ്ടുവന്ന ഇട്ട പൈസ തിരിച്ചെടുക്കാനുള്ള ഒരു അവസരവും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
മുന്നേ പറഞ്ഞ ടോപ്പിക്കിലേക്ക് കിടക്കാം. പൂർണ്ണമായും ഇന്ത്യക്കാരെ ബാധിക്കുന്ന കേസല്ല, ഒരു ചെറിയ വിഭാഗം ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു കേസാണ്. ഇവിടെ ഇല്ലീഗലായി നിൽക്കുന്നവരെയും അതേപോലെ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നവരെയും, അതുമാത്രമല്ല മാസീവായിട്ടുള്ള റെയ്ഡുകളും ഡീപ്പോർട്ടേഷനും നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോസ് സഹിതം നിങ്ങൾ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനി അത് വലിയ രീതിയിൽ വർദ്ധിക്കാം. അതായത് ഇവിടെ ഇല്ലീഗൽ വർക്കിങ്ങിന് ഏകദേശം 70% മേലെ ആളുകളെ വർക്കിംഗ് ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് എന്ന് ഹോം ഓഫീസിൻ്റെ ഡാറ്റകളും കാര്യങ്ങളെല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. സോ ഇതൊക്കെ വായിച്ച് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാക്കി എടുക്കാം, അല്ലാത്തവർക്ക് ഒന്നും മനസ്സിലാകാതിരിക്കാം. അത് മനസ്സിലാകുമ്പോൾ മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എനിവേ ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം, ബൈ.